ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകമാണല്ലോ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ലേവ്യ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായമാണ്. 3-ാം അധ്യായത്തിൽ 3-ാമത്തെ യാഗമായ സമാധാന യാഗത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഇതിനു മുൻപ് 2 യാഗങ്ങൾ നമ്മൾ കണ്ടു. ധാന്യബലി നമ്മൾ കണ്ടു, ഹോമയാഗം നമ്മൾ കണ്ടു. ഇപ്പോൾ സമാധാന യാഗമാണ്. ഇത് രക്തം ചൊരിയുന്നതായ യാഗമാണ്. ഇതിനാവശ്യമായിരിക്കുന്നത് ഒന്നുകിൽ കാള അഥവാ പശു, അല്ലെങ്കിൽ ആടുകളിൽ ഏതെങ്കിലും കോലാടോ ചെമ്മരിയാടോ ആകാം. ഏത് മൃഗമായാലും അത് ഊനമില്ലാത്തതാകണം, കുറ്റമില്ലാത്തതാകണം. എന്ന് പറഞ്ഞാൽ കുറവ് ഉള്ളതിനെ അർപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായ സമർപ്പണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ യാഗങ്ങളൊക്കെ നമ്മുടെ കർത്താവിൻ്റെ കാൽവറി യാഗത്തിന് നിഴലായി പഴയ നിയമത്തിൽ സംഭവിച്ചു എന്ന് നമുക്കറിയാം. കൊണ്ടുവരുന്ന യാഗമൃഗത്തിന്മേൽ കൊണ്ടുവരുന്നയാൾ തൻ്റെ കൈ അതിൻ്റെ തലയിൽ വയ്ക്കണം. അപ്പോൾ അവനെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണത്. അങ്ങനെ അർപ്പിക്കുമ്പോൾ ദൈവവുമായി അവൻ നിരപ്പാകുന്നു എന്നുള്ള ഒരു വലിയ ചിന്തയാണ്. റോമർ 5:1 പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോടെ സമാധാനമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ വിശ്വാസത്താൽ പിതാവായ ദൈവത്തിനോട് വലിയ സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകാനുള്ള സാഹചര്യം നമുക്കുണ്ടായി എന്നാണ്. ഒരു വിശ്വാസി ഒരിക്കലും തൻ്റെ കുറ്റബോധത്തിൽ ജീവിക്കേണ്ടവനല്ല. സമാധാന മൃഗത്തിൻ്റെ മേൽ കൈവയ്ക്കുന്നത് പോലെ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായ യേശുക്രിസ്തുവിൻ്റെ മേൽ നമുക്ക് നമ്മുടെ കൈകളെ വയ്ക്കാം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ പൂർണ്ണമായ സമാധാനം ലഭിക്കുവാൻ കാരണമായിട്ട് തീർന്നത്. അതിൻ്റെ തലമേൽ കൈവയ്ക്കുന്ന മനുഷ്യൻ്റെ സകല കുറ്റവും പാപവും ഏറ്റ് ആ മൃഗം യാഗമാകുന്നത് പോലെ നമ്മുടെ സകല പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണല്ലോ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായത്. കൊലോസ്യർ 2:14 പറയുന്നു, അവൻ നമ്മുടെ പാപത്തിൻ്റെ കടച്ചീട്ടുകളെ കീറിക്കളഞ്ഞു. അങ്ങനെ നമ്മളെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് തൻ്റെ ജീവിതവും തൻ്റെ പ്രവർത്തനവും തൻ്റെ ശരീരവും എല്ലാം യാഗമായി സമർപ്പിച്ചതിന് ശേഷം കാൽവറിയിൽ പറഞ്ഞു, എല്ലാം പൂർത്തിയായെന്ന്. പിതാവേ, എല്ലാം പൂർത്തിയായി. തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്കും അങ്ങനെ പറയാൻ സാധിക്കണം, എല്ലാം ദൈവത്തിൽ പൂർത്തിയായെന്ന്. നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദാനം നമ്മുടെ പാപങ്ങളെ ഇനി ഒരിക്കലും ഓർക്കുകയില്ല എന്ന്. അപ്പം അങ്ങനെ ഒരു അനുഭവം, ഒരു സമാധാനത്തിൻ്റെ അനുഭവം, ആത്മീയമായ സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്വസ്ഥതയിൽ പ്രവേശിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ബാഹ്യമായ ഒരു സമാധാനം നിത്യമല്ല എന്ന് നമുക്കറിയാം. ദൈവികമായ സമാധാനമാണ് നിത്യം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഇത് ലോകം തരുന്ന സമാധാനം അല്ല എന്ന്. മറ്റൊരു കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടത്, യാഗമൃഗത്തെ കൊണ്ടുവരുന്ന അതേ അവസ്ഥയിലാണ് പുരോഹിതൻ അതിനെ സ്വീകരിക്കുക. ആ യാഗമൃഗത്തെ കഴുകുന്നതും ശുദ്ധീകരിക്കുന്നതുമൊക്കെ ഇത് പുരോഹിതനാണ്. എന്നിട്ടാണ് അതിനെ യാഗമായി അർപ്പിക്കുക. നമ്മളാരും നല്ലവരായതിന് ശേഷമല്ല ദൈവം നമ്മെ സ്വീകരിക്കുന്നത്. നാം ഏതവസ്ഥയിലായിരിക്കുന്നോ ആ അവസ്ഥയിൽ നമ്മെ സ്വീകരിക്കാൻ നമ്മുടെ കർത്താവ് എപ്പോഴും തയ്യാറാണെന്ന് നമ്മൾ ഓർക്കുക. ഇവിടെ പുരോഹിതനാണ് അതിനെ കഴുകി അതിനെ ശുദ്ധീകരിക്കുന്നത്. അതുപോലെ നിത്യപുരോഹിതനായ ക്രിസ്തുവിനാലാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്, നമ്മൾ കഴുകപ്പെടുന്നത്. അല്ല, നമ്മൾ കഴുകപ്പെട്ടതിന് ശേഷമല്ല ദൈവം നമ്മെ സ്വീകരിക്കുന്നത് നമ്മൾ ഓർക്കുക. കർത്താവ് നമ്മെ സ്വീകരിച്ചതിൻ്റെ പ്രതീകമാണ് നമ്മുടെ കഴുകൽ. നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നതിനുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം.
മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, യാഗമൃഗത്തിൻ്റെ ബാഹ്യ ആന്തരികമായ എല്ലാ അവയവങ്ങളും കഷ്ണങ്ങളായി അഗ്നിയിൽ ദഹിപ്പിക്കുകയാണ്, ഏതെങ്കിലും ഒരു ഭാഗമല്ല. അതുകൊണ്ട് ദൈവത്തിന് ആവശ്യം നമ്മുടെ ഏതെങ്കിലും ഭാഗമല്ല, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും മൊത്തമാണ്. അപ്പോൾ പൂർണ്ണമായ സമർപ്പണമാണ് അവിടെ ഉദ്ദേശിക്കുക. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെ തന്നെ പാടിയിട്ടുണ്ട്, നമുക്കറിയാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് അപ്പാനും നാഥ, എന്നെ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നെ തന്നെ സന്നിധിയിൽ, അതിന് എന്നെ തന്നെ സന്നിധിയിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആത്മശരീര മനസ്സുകളാ എന്നോട് തിരുമുൽ കാഴ്ചകളെ തദസുധാശ്വാസപ്രദനെ അൻപോടു കൈക്കൊണ്ടിടണമേ. എന്നെ തന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ 3 ആയ ഘടകങ്ങളെയും, ആത്മാവ്, ശരീരം, മനസ്സ് എന്നതിനെയെല്ലാം. പിന്നെ പറയാണ്, ഒളിവായി നോക്കിയിടാതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയൻ്റെ കാതുകളെയും കാക്കണമേ. എന്നതരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ. എത്രയോ മനോഹരമായ പാട്ടുകളാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ച് തന്നത്. എല്ലാ ദിവസവും രാവിലെ നമ്മളിത് പാടി പ്രാർത്ഥിച്ച് നമ്മൾ എഴുന്നേൽക്കുക. എന്നെ തന്നെ സന്നിധിയിൽ, എൻ്റെ ആത്മശരീര മനസ്സുകളെ ഒളിവായി നോക്കിയിടാതെ എൻ്റെ കണ്ണുകളെ, വഞ്ചന പറയാതെ എൻ്റെ നാവുകളെ, അല്ലെങ്കിൽ ദുഷ്ടവിചാരമുണ്ടാകാതെ എൻ്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണമേ, സൂക്ഷിക്കണമേ. അതാണ് പൂർണ്ണമായ സമർപ്പണം. അപ്പോഴാണ് നമ്മൾ ആയിത്തീരുന്നത്. അപ്പോഴാണ് ആ അഗ്നിയിൽ നമ്മൾ ദഹിക്കപ്പെട്ട്, പരിശുദ്ധാത്മാവ് അഗ്നിയിൽ ദഹിക്കപ്പെട്ട് ദൈവത്തിന് സുഗന്ധവാസനയായ യാഗമായി നമുക്കും തീരാൻ സാധിക്കുന്നത്. അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് അപ്പോഴാണ് നമ്മൾ പൂർണ്ണ യാഗമായിട്ട് തീരുന്നത്. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന് ഈ പഴയ നിയമത്തിലെ ഓരോ യാഗങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും നമ്മെ തന്നെയുള്ള ദൈവസന്നിധിയിലുള്ള പൂർണ്ണമായ സമർപ്പണമായതിനുകൊണ്ട് ദൈവകരങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.